നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 19 ഞാൻ തന്നെ ഡോക്ടർ ഐഷ മുഹമ്മദ് എന്നൊരു സ്ത്രീയുടെ, മുസ്ലിം യുവതിയുടെ ജീവിത കഥ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമെന്നുള്ളത് മരണവുമായിട്ട് ബന്ധപ്പെടുത്തരുത്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ദുരന്തമാണ്. അവരുടെ ഒരു ദുഃഖകരമായിട്ടുള്ള കഥ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. മുസ്ലിം വ്യക്തിഗത നിയമങ്ങളെ സംബന്ധിച്ചുള്ളൊരു വിശകലനമായിട്ട് കൂടി ആ വീഡിയോ പരിണമിച്ചു. അതിൻ്റെ ഫലമായി ആ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം നിരവധി മുസ്ലിം യുവതികളും യുവതികളുടെ അമ്മമാരും ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും അവരുടെ ജീവിതകഥയും ഐഷ മുഹമ്മദിൻ്റെ കഥയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഒരു ഭാര്യ നിലവിലിരിക്കെ മറ്റൊരു ഭാര്യയെ അന്വേഷിച്ച് പോകുന്ന ഭർത്താക്കന്മാരാണ് ഈ കഥയിലെ വില്ലന്മാരെന്ന് തന്നെ വിളിക്കണം അവരെ. വ്യക്തിഗതമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തിഗത നിയമങ്ങൾ അത് അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ വിഷയങ്ങളിലെല്ലാം വലിയ സമാനതകളുണ്ട്. കാരണം ഈ ഒരു ഭാര്യ നിലവിലിരിക്കെ ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ വിവാഹത്തിനോ മൂന്നാമത്തെ വിവാഹത്തിനോ മുതിരുന്ന ഒരു വ്യക്തി, മുസൽമാൻ, പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ വളരെ അവ്യക്തമായിട്ടാണ് മഹല്ല് കമ്മിറ്റിക്കാർ പോലും, അവരാണല്ലോ ഈ നിക്കാഹൊക്കെ നടത്തി കൊടുക്കുന്ന ആളുകൾ. കാരണം ഇതിൽ സ്ത്രീകൾക്ക് വലിയ പങ്കൊന്നുമില്ല. യുവതിയുടെ അച്ഛനും അമ്മയും, വധുവിൻ്റെ അച്ഛൻ തീരുമാനിക്കുന്നു, വരനുമായി കരാർ ഉറപ്പിക്കുന്നു. ഈ കഴിഞ്ഞയിടയിൽ തന്നെ ഒരു കുറിപ്പ് കണ്ടിരുന്നു, വളരെ ഒരല്പം സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ചിട്ടുള്ള ഒരു യുവതിയുടെ രോഷപ്രകടനമായിരുന്നു. ആ രോഷപ്രകടനം കൃത്യമായിട്ട് തന്നെ, ആ കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് പൂർണ്ണമായി പറയുന്നില്ല. പക്ഷേ അതിൽ പറയുന്ന വിഷയത്തിൻ്റെ രത്നച്ചുരുക്കം, യുവതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിവാഹത്തിൽ മുസ്ലിം മതത്തിൽ യാതൊരു പങ്കുമില്ല, യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന വാസ്തവം. അതുകൊണ്ട് തന്നെ അവരിത്തരത്തിൽ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അന്നത്തെ വീഡിയോയിൽ, ഐഷ മുഹമ്മദിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു. യുവതികളുടെ ജീവിതം സുരക്ഷിതമാക്കണമെങ്കിൽ മാതാപിതാക്കൾ തീരുമാനിക്കണം യുവതികൾ വിദ്യാഭ്യാസം നേടണമെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ മക്കൾ വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകണം. 18 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുവാൻ നിൽക്കരുത്. അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് അയക്കരുത്. വിദ്യാഭ്യാസം നൽകൂ, ലോകപരിചയം നേടട്ടെ അവർ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മതപരമായിട്ടുള്ള നിക്കാഹ് കഴിയട്ടെ. തീർച്ചയായിട്ടും നടക്കട്ടെ. മതപരമായിട്ട് വിശ്വാസികളാണെങ്കിൽ മതപരമായ ചടങ്ങുകൾ നടക്കട്ടെ. അതിനുശേഷം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആ വിവാഹം രജിസ്റ്റർ ചെയ്യണം. അതൊരു നിർബന്ധമായി തന്നെ സ്ത്രീകൾ പറയണം, മുസ്ലിം സ്ത്രീകൾ പറഞ്ഞു തുടങ്ങണം. സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ ഒരു സുരക്ഷയിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു മതനിയമവും നിങ്ങളെ നിലനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത രീതിയിൽ, ഭാരതീയ നിയമങ്ങളുടെ പരിധിയിൽപ്പെടുന്ന നിയമപരമല്ലാത്ത രീതിയിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിന് പോകുവാനുള്ള അനുവാദം പുരുഷന് നൽകുന്നില്ല. അതിനയാൾ മുതിർന്നാൽ അയാളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുണ്ടാകും. മത നിയമങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുങ്ങി മാത്രം നിന്ന് നിങ്ങൾ നിക്കാഹിന് വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ രാജ്യത്ത് വളരെ കുറവാണ്. അല്ലെങ്കിൽ അതിനുള്ള കടമ്പകൾ വളരെ വലുതാണ്. അത് കടന്ന് നിങ്ങൾക്കൊരു ജീവനാംശം നേടിയെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സംരക്ഷണം നിയമത്തിൻ്റേതായിട്ടുള്ളത് നേടിയെടുക്കണമെങ്കിലോ ഒരുപാട് കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണങ്ങളായി ഇന്നലെ ഞങ്ങൾക്ക് വന്ന 2 ഫോൺ കോളുകൾ, 2 വ്യക്തികളുടെ, ഒന്ന് നസീമ എന്നൊരു മുസ്ലിം യുവതിയുടെയും 2 ഹാജിറ എന്നൊരു ഉമ്മയുടെയും. ഹാജിറ എന്ന ഉമ്മ വിളിച്ചത് ഉമ്മയുടെ മകൾ അനീസയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ 2 ഫോൺ സംഭാഷണങ്ങളും അവരുടെ അനുവാദത്തോടു കൂടി തന്നെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന് കേട്ടിട്ട് വരൂ. ആദ്യം നസീമയുടെ, രണ്ടാമത്തെ ഹാജിറ എന്ന ഉമ്മയുടെ. ഈ ഫോൺ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും അതിൻ്റെ ഗൗരവവും പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഫോൺ സംഭാഷണങ്ങളിലേക്ക് പോകാം. വിളിച്ചിരുന്നു. ഞാനും ഐഷ മുഹമ്മദിനെ പോലെ ഉള്ള ഒരു സ്ത്രീയാ. മാഡത്തിന്റെ പേരെങ്ങനെ? നസീമ. നസീമ.
എന്താ മാഡം സംഭവം ഒന്ന് വിശദീകരിച്ച് പറയാമോ? എന്റെ ഭർത്താവും ഞാൻ നിലവിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് 27 വയസ്സായ മകളെ എന്നെയും മകളെ നോക്കാതെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നയാ. ചെലവിന് ഒന്നും തരാതെ ഒരു സുപ്രഭാതത്തിൽ പോയി വേറൊരു സ്ത്രീയെ കെട്ടിക്കൊണ്ട് വന്ന് എനിക്ക് 70 പവന്റെ സ്വർണവും 15 ലക്ഷം രൂപയും ഒക്കെ കൊടുത്ത് 28 കൊല്ലമായി കല്യാണം കഴിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പേരിലാക്കിയിട്ടായി പോയേക്കുന്നത്. അങ്ങനെ കോടതി കേസ് നടക്കുന്ന ആയിഷ മുഹമ്മദിനേക്കാൾ ക്രിട്ടിക്കലായ രീതിയിലാണ് എന്നോട് പെരുമാറിയിട്ടും ഭയങ്കരമായ പീഡനങ്ങളും അതും ഇതും എല്ലാം ആയിട്ട്. ഓക്കെ. മാഡത്തിന്റെ സ്ഥലം എവിടെ? ഇപ്പൊ താമസിക്കുന്ന എവിടെയാണ്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാഡത്തിന്റെ? സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീടെല്ലാം അങ്ങ് അടിച്ച് പൊട്ടിച്ച് ഇവളുമായിട്ട് വന്നെല്ലാം കളഞ്ഞ് ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താക്കന്മാരും ഉണ്ട് കൂട്ടിന്. എല്ലാം വീടെല്ലാം അടിച്ച് പൊട്ടിച്ച് എന്തോന്നായി. എന്റെ വീട് ചവറ കൊട്ടുകാട്. ചവറയല്ലേ? ചവറ കൊട്ടുകാടെന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഭർത്താവിന്റെ സ്ഥലം. അവിടെ എനിക്ക് ഈ ഭർത്താവ് എന്റെ വകകളെല്ലാം ഭർത്താവിന്റെ പേരിലാക്കിയ 40 സെന്റ് വസ്തുവുണ്ട്. തീർച്ചയായിട്ടും 40 സെന്റ്. അതിനകത്ത് എന്റെ 18.5 സെന്റ് വസ്തു വിറ്റ് അതിനകത്ത് വീട് വെച്ചത്. അതെല്ലാം അടിച്ചു. മാഡത്തിന്റെ ഭർത്താവിന് എന്താ ജോലി? പുള്ളി ഇപ്പൊ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേരെങ്ങനെ? അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ്. എന്താ ജോലി ചെയ്യുന്ന ആള്? അദ്ദേഹം ചവറ പാലം ഉണ്ടല്ലോ, പാലത്തിന്റെ തറ RK ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന കട നടത്തുന്നുണ്ട്. പിന്നെ വീടുകളിൽ വണ്ടി ഓടാൻ പോവും, വണ്ടി കച്ചവടം ഉണ്ട്. പിന്നെ മറ്റേ സാമ്പത്തിക തോന്നുകളുണ്ടല്ലോ അതെല്ലാം കൊടുപ്പുണ്ട്. മറ്റേ പലിശക്ക് കൊടുക്കുന്ന അതെല്ലാം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം എനിക്ക് നോക്കും ചെലവിനൊന്നും തരത്തൊന്നുമില്ല. ഒരു 3 വർഷക്കാലമായി ചെലവിന് തന്നിട്ട് തന്നെ. എന്നെ മോളെ നോക്കത്തും കാണത്തും ഒന്നുമില്ല. അങ്ങനെ ഈ വീട്ടിൽ തന്നെ ആ വീട്ടിൽ തന്നെ ഞാനും താമസിച്ചിരുന്നത്. ഇദ്ദേഹവും വന്ന് കിടക്കും. അങ്ങനെ 7-8 മാസമായി വേറൊരു സ്ത്രീയായിട്ട് താമസിക്കും. നമ്മുടെ വീടിന് അടുത്ത് തന്നെ 5 ലക്ഷം രൂപ ഒറ്റയ്ക്കൊക്കെ കൊടുത്ത് വീട് എടുത്ത് താമസിക്കുന്നു. എന്നെ മോളെ അവിടുന്ന് വീടെല്ലാം അടിച്ചു പൊട്ടിച്ച് വെളിയിൽ പുറത്താക്കി. എന്റെ 70 വയസ്സുള്ള വാപ്പായും ഉമ്മായും 27 വയസ്സുള്ള മോളെ എന്നെ നോക്കുന്നത് തന്നെ. കോടതി കേസും കിടപ്പുണ്ട്. കോടതിയിൽ കേസ് കൊടുത്തിരുന്നോ മാഡം ഇതിനെ സംബന്ധിച്ച്? കോടതി കേസ് നടക്കുക എന്റെ ഈ വകയ്ക്ക് വേണ്ടിയുള്ള. തീർച്ചയായിട്ടും മാഡം. ഒരു ഈ കോടതിയിലെ കേസ് കൊടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പം കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ ഇപ്പം ഒരു 1.5 കൊല്ലമായി. 1.5 കൊല്ലമായി. കേസിന്റെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോ? പുരോഗതി ഒന്നുമില്ല. കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പോലുള്ള സ്ത്രീകൾ എന്തോ ചെയ്യും? എനിക്ക് മറ്റേ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, എനിക്ക് മറ്റു ജോലികളൊന്നുമില്ല. എനിക്ക് 27 വയസ്സായ ഒരു മോളുണ്ട്. എന്റെ ഈ മോളെ കെട്ടിക്കാനുള്ള ഒപ്പിച്ചു വെച്ചിരുന്ന കാശല്ലാത്ത ഈ സ്ത്രീയോട് ഇപ്പൊ അടുത്ത ആലപ്പുഴക്കാരിയാണെന്നാ പറയുന്നത്. അപ്പൊ ഇവരുമായിട്ടുള്ള മതനിയമ പ്രകാരമുള്ള വിവാഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞായിരുന്നോ മാഡത്തിന്റെ ഭർത്താവിന്റെ? ഞാനുമായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. അത് തിരക്കിയിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയില്ലാണ്. പിന്നെ അവര് പറയുന്ന അയാളുടെ ഭാര്യയാണെന്നാ പരിചയപ്പെടുത്തുന്ന. കല്യാണം കഴിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ മാഡം, ഈ മതനിയമം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. മാഡത്തിന്റെ വാപ്പായ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. മാഡത്തിന്റെ കുടുംബത്തിലെ ആണുങ്ങളായിട്ട് ആരെങ്കിലും കൂടെ വരാനോ തുണയ്ക്കോ ഉണ്ടോ? കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മഹല്ല് കമ്മിറ്റി, മാഡത്തിന്റെ ഒക്കെ നിക്കാഹ് നടത്തിയ മഹല്ല് കമ്മിറ്റി ഉണ്ടല്ലോ, ഉണ്ട്. അവര് വഴി ഇതൊന്ന് അന്വേഷിക്കാൻ എന്തെങ്കിലും മാർഗം മാഡത്തിനുണ്ടോ ഇല്ലയോ? കാരണം ഇത് മുഴുവനായിട്ട് ഞാൻ അന്ന് തൊട്ടേ കത്തുകൾ കൊടുക്കുകയും ചെയ്യുന്നു. അവരെല്ലാം അതിനൊരു എന്തോന്നായിട്ടുള്ള സമീപനമായിട്ടുള്ള ഒരു കാര്യം അവര് ചെയ്യുന്നില്ല. ഓക്കെ, ചെയ്യുന്നില്ല. കൊട്ടാടി ജമാഅത്താണ് എന്റെ ജമാഅത്ത്, ഈ ഭർത്താവിന്റെ ജമാഅത്ത്. ആ മഹലിലേക്ക് എന്നെ കല്യാണം കഴിച്ചു. ഞാൻ തഴവ ജമാഅത്തുകാരിയാ. കൊട്ടാട്ട് ജമാഅത്തിലേക്ക് കല്യാണം കഴിച്ചു പോയതാ. ആ ജമാഅത്തിന്റെ പേരൊന്നും കൂടി പറയാമോ മാഡം? തഴവ ജമാഅത്തിൽ നിന്ന് കല്യാണം കഴിച്ചു പോയതാ. തലവാ ജമാഅത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ജമാഅത്തിന്റെ പേരൊന്നും പറഞ്ഞപ്പോ ബ്രേക്കായി. ഒന്നും കൂടി ഒന്ന് പറയാമോ മാഡം? കൊട്ടുകാട് ജമാഅത്തിലേക്ക്. കൊട്ടുകാട്. ചവറ കൊട്ടുകാടാണല്ലോ ഇപ്പൊ താമസിക്കുന്നത് അല്ലേ? കൊട്ടുകാട് ജമാഅത്ത്. എന്റെ ഭർത്താവിന്റെ പേര് പറയുന്ന തൃക്കുന്നപ്പുഴ അബ്ദുൽ ഗഫൂർ മുസ്ലിയാരുടെ മകൻ അബ്ദുൾ റഷീദ് എന്ന. ശരി. മാഡത്തിന്റെ വാപ്പയും ഉമ്മയും ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു? വാപ്പയ്ക്ക് ഇപ്പോൾ വയ്യാതായി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുകയായിരുന്നു?
എന്റെ ഉപ്പ പിന്നെ ഗൾഫുകാരനായിരുന്നു. ഇപ്പം വീട്ടിൽ ആക്രിയുടെ ആക്രി കച്ചവടം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എന്നെയും മോളെയൊക്കെ നോക്കുന്നത്. പക്ഷെ പുള്ളിക്കാരന് ഇപ്പൊ സുഖമില്ല. 70 വയസ്സുണ്ട് എന്റെ വാപ്പായിക്ക്. എന്റെ ഉമ്മായിക്ക് 65 വയസ്സുണ്ട്. രോഗബാധിതരാണ്. ശരി. മാഡത്തിന്റെ മകള് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതാണോ? ഇപ്പൊ എന്തെങ്കിലും ജോലിക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ ഇനിയിപ്പോ വിവാഹം തന്നെ നോക്കുക? ജോലിയൊന്നുമില്ല സാർ. അവളിപ്പം PG കഴിഞ്ഞ് നിൽക്കുന്നു വീട്ടിൽ. ജോലിയൊന്നും ആയില്ല. ശരി ശരി മാഡം. അപ്പോൾ മാഡം എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇതിന്റെ അകത്ത് ഈ വാർത്ത നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. വിരോധമില്ലെങ്കിൽ മാഡത്തിന്റെ ഒരു വിവാഹം സമയത്തെടുത്തുള്ള ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ ഉണ്ടെങ്കിൽ മാഡത്തിന്റെ ഫോട്ടോ കൊടുക്കുന്നതിന് വിരോധമില്ലെങ്കിൽ മാഡത്തിന്റെ ഒരു ഫോട്ടോയോ എനിക്കൊന്ന് വാട്സാപ്പിൽ അയച്ചു തരണം. വിരോധമില്ലെങ്കിൽ മാത്രം. വിരോധം ഉണ്ടെങ്കിലോ സാർ? സ്ത്രീകളുടെ ആയതുകൊണ്ട് മാഡത്തിന്റെ ഫോട്ടോ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാധ്യമങ്ങളിലൊന്നും വരാതെ എന്റെ മകൾ ഇത്രയും വലിയ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് പുറത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും അത് ന്യായമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് മാഡത്തിന് വിരോധമില്ലെങ്കിൽ. പക്ഷേ മാഡം ഒരു മറുവശം കൂടി ഇതിന്റെ മനസ്സിലാക്കണം. ഇത് വാർത്തയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജമാഅത്തിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ, ഈ വാർത്ത കൊടുക്കുമ്പോൾ ഈ വിഷയം തന്നെ ഉണ്ടാകും. അതിന് തയ്യാറാണോ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവല്ലോ. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ജമാഅത്ത് ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുമ്പോൾ സാറ് പറയാ 28 കൊല്ലവും ഞാൻ അനുഭവിച്ചത് കിടന്നു. പുറത്തോട്ട് പറയാൻ ഒത്തിരിയും മദ്യസയും കാര്യങ്ങളും എന്നെ കൊല്ലാക്കൊല്ലും. ഞാൻ കയറ് വരെ ഇട്ടിട്ടുണ്ട് തൂങ്ങാൻ. എന്റെ ഈ മോളെ ഓർത്തങ്ങ് ജീവിച്ചിരുന്നത്. പക്ഷെ അതിനൊരു ഇപ്പൊ കരയാതെ മാഡം, ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം. പക്ഷേ മുസ്ലിം സ്ത്രീകൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. എന്റെ അറിവിൽ തന്നെ ഒത്തിരി പെണ്ണുങ്ങൾ ഇങ്ങനെ ഭർത്താക്കന്മാര് വേറെ കെട്ടി സുഖമായിട്ട് ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അവരുടെ വകയും മുതലും എല്ലാം. പക്ഷെ ഐഷ മുഹമ്മദ് എന്ന് പറയുന്ന ആ പെൺകുട്ടി മാത്രം ഇപ്പൊ രംഗത്ത് വന്ന് ഇങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചത്. അതാണ് മാഡം ഈ പറയുന്ന പോലെ ഇത്തരത്തിലൊരു സാഹചര്യം അത് മാഡത്തിന് അറിയാമല്ലോ. നമ്മുടെ നാടിന്റെ ഒരവസ്ഥ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായാൽ ആരെങ്കിലും ഒരാൾ സധൈര്യം മുന്നോട്ട് വന്നാൽ മാത്രമേ ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഞാനിപ്പം അവിടുത്തെ ചാനലിൽ ഞാനിപ്പോ ഫോൺ എടുത്തപ്പം കണ്ടതുകൊണ്ട് ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ട് വിളിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ തന്നെ ഡെസ്കിൽ നിന്ന് എനിക്ക് ഈ ഇത് തന്നത് ഞാനാണ് ആ വാർത്ത ചെയ്തത്. എന്റെ പേര് മനോജ് എന്നാണ്. അപ്പോ മാഡം ഒരു കാര്യം ചെയ്യേണ്ടത് ഈ മറ്റൊരു കാര്യം ചെയ്യാമോ? ഈ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിൽ, കേസ് നടക്കുന്നു എന്ന് പറയുന്നു. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും രേഖകൾ കയ്യിലുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് മോളെ കൊണ്ട് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇത് തന്നെയാണ് എന്റെ വാട്സാപ്പ് നമ്പർ, ഒന്ന് അയച്ചു തരാമോ? മോൾ ഇവിടെ ഇല്ല, ഒരു പരീക്ഷയ്ക്ക് പോയേക്കുന്നു. വന്നിട്ട് എനിക്കിതൊന്നും വലുതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. കുഴപ്പമില്ല, സമാധാനമായിട്ട് ചെയ്താൽ മതി. ഇതിനൊന്നും ഒരു പേടിയും വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ അറ്റാച്ച്മെന്റ് റെസിഡൻസിയുടെ ഒക്കെ ഓർഡർ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതിയോ? കോടതിയിൽ ഇപ്പൊ കേസ് നടക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? ജീവനോപാധി ചോദിച്ചുകൊണ്ടാണോ, ജീവനാംശം ചോദിച്ചുകൊണ്ടുള്ള കേസാണോ? അതോ ജീവനാംശം ചോദിച്ചത് കൊണ്ടല്ല സാർ നടക്കുന്നത്. എന്റെ ഈ 70 പവനും പിന്നെ ഈ വീട് വെക്കാനെടുത്ത എന്റെ വസ്തു വിറ്റെടുത്ത കാശുണ്ടല്ലോ 5 ലക്ഷം രൂപ, അതിനു വേണ്ടി ആ കോടതി കേസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു രേഖകൾ മതി മേഡം, അത്രയും മതി. മതി. ഓക്കെ ശരി. അപ്പോൾ ഇതൊന്ന് അയച്ചു തരൂ. ഞാൻ വാർത്ത എന്തായാലും നമ്മൾ ചെയ്തുകൊള്ളാം. അപ്പോൾ പേര് പറയുന്നുണ്ട്, മാഡത്തിന്റെ പേര് പറയുന്നുണ്ട്, വിരോധമില്ലല്ലോ? എന്റെ പേര് പറയുന്നോണ്ട് എന്റെ ഭർത്താവിന്റെ വീട്ടിലെ പേര് പറയുന്നോണ്ട് ഒന്നും എനിക്ക് കുഴപ്പമില്ല. ശരി. അപ്പോൾ ഫോട്ടോ കൊടുക്കണ്ട എന്ന് തന്നെയാണ് മാഡത്തിന്റെ ഫോട്ടോ? എന്റെ മോളുടെ ഇതുകൊണ്ടാണ്. മനസ്സിലായി എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി മാഡം. ഞാനൊന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറയുന്നത് കാരണം വെച്ചാൽ, പക്ഷേ ഇത് അതിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾക്ക് മനസ്സിലാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് മഹല്ല് കമ്മിറ്റിക്കാർക്കെങ്കിലും മനസ്സിലാവും ഇന്നയാളാണ് ഇതെന്നുള്ളത്. അത് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരികയും ചെയ്യാം. സാറേ, ഞാൻ ഈ മഹല്ല് കമ്മിറ്റിയിലൊക്കെ ഒത്തിരി ബന്ധപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് യാതൊരു നീതിയും നമുക്ക് കിട്ടിയില്ല. അല്ല, ഒരു നിയമ സാഹചര്യങ്ങൾ കാര്യങ്ങൾ കുറച്ച് മാറി വരാനായിട്ട് എല്ലാ സമൂഹത്തിലും കുറച്ച് സമയം എടുക്കും മേഡം. പക്ഷെ അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ, സധൈര്യം ഇറങ്ങിയാൽ മാത്രമേ, ഇന്നലെ ഐഷ മുഹമ്മദ് ഇറങ്ങി, ഇന്ന് മാഡം ഇറങ്ങി, നാളെ ഒരു 10 പേര് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് താനേ ഒരു സമാധാനം ഉണ്ടാകും. പക്ഷെ തൽക്കാലം നമുക്ക് മാഡത്തിന്റെ കാര്യത്തിൽ നിൽക്കാം. ആ രീതിയിൽ
നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒന്ന് മോള് വന്നു കഴിഞ്ഞാൽ ഒന്ന് അയച്ചു തരൂ. എന്തായാലും സമാധാനമായിട്ടിരിക്കും. നമുക്ക് ഈ വാർത്ത സംപ്രേഷണം ചെയ്യാം തീർച്ചയായിട്ടും. ആ ശരി. ഓക്കെ. ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ പ്രശ്നത്തിന്റെ തന്നെയാണ്. ആ മാഡത്തിന്റെ പേരെങ്ങനെ? എന്റെ മോളെ കാര്യാണ്. എന്റെ മോളാണ് ഹസീന എന്നാണ് പേര്. ഹസീന. ഓക്കെ ശരി. മാഡം എവിടാ താമസം, സ്ഥലമൊക്കെ? കോഴിക്കോട് ജില്ലയാണ്. ആ ശരി. എന്താ പ്രശ്നം മാഡം, പറയൂ. ഇതേമാതിരി ഇപ്പൊ നിങ്ങളാ ചാനലിൽ കാണില്ലേ കല്യാണം കഴിഞ്ഞ പ്രശ്നം, ആ. അതന്നെ വിഷയം. ഇതേമാതിരി കോടതിന്റെ ഓർഡർ ഞങ്ങള് റമദാന്റെ കുറച്ച് മുപ്പട്ട് ഞാൻ ആ സിറ്റ് ഔട്ടിൽ ഞാനും എന്റെ മോളും ഒരു മാസം ഇരുന്നാണ് ഒരു മോനിയായിട്ട്. എല്ലാതിലും വന്നിനി, എല്ലാതിലും 24 കൊടുത്തിനി അന്നേ. അങ്ങനെ നമുക്ക് പിന്നെ കോടതിന്റെ ഓർഡർ കിട്ടി. ആദ്യം ഓക്ക് പിന്നെ വിവാഹ ബന്ധം പുലർത്താനെന്ന് ഓള് പറഞ്ഞ ഒരു മോനുള്ള സ്ഥിതിക്ക് ഞാൻ ഒഴിവാക്കി കൊടുക്കൂലാർന്നി. ഇവര് പള്ളിക്കൊക്കെ തലാക്ക് ചെല്ലിക്കണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവര് വേറെ വിവാഹം കഴിച്ചോനെ. ശരി. ഒരു കുട്ടിയുള്ളതിനാ. ഈ പെൺകുട്ടികളാണ് സാറേ കഷ്ടപ്പെടുന്നത്. ഞാൻ കണ്ണീര് ഒരു ദിവസം പോലും മര്യാദക്ക് ഞാൻ ഇവിടെ കിടന്നുറങ്ങണില്ല, കണ്ണീരില് കയ്യാണ്. ഓളവിടെ ഇപ്പൊ ഓർഡർ പ്രകാരം ഓളവിടെ ഉണ്ട്. ഇപ്പൊ ഒരു പരുത്തിപ്പാറ ഫറൂഖ് കോളേജ് അവിടെയാണ്. എവിടെ? പരുത്തിപ്പാറ കോഴിക്കോട് ജില്ല. പരുത്തിപ്പാറ ഫറൂഖ് കോളേജിന്റെ അവിടെ അല്ലേ? ഫറൂഖ് കോളേജിന്റെ അവിടെയാണ്. അപ്പം ഓള് പിന്നെ ഇതേമാതിരി ഓർഡർ കിട്ടി. ഇപ്പൊ ഉള്ളിക്ക് ഓർഡർ കൈ കിട്ടിയതിന്റെ ദിവസം തന്നെ പോലീസുകാരും 2-3 ദിവസം കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് തുറന്നു തന്നത് തന്നെ. അപ്പൊ ഓല് തുറന്ന പാട് ഓല് അതിലുള്ള എല്ലാതും നശിപ്പിച്ച്, ഫാനിന്റെ സ്വിച്ച് പിന്നെ മോട്ടർ ഇതൊക്കെ ഇതാക്കിച്ച്. എന്നിട്ട് എന്റെ മോള് വെള്ളമില്ലാതെ അവിടെ കരഞ്ഞു വിളിക്കലാണ് എനിക്ക്. ഇപ്പോഴും ഓള് അവിടെയാണ്. ഇപ്പൊ ഇന്നലെ പോയപ്പോ ഓള് അവിടെയും ഇവിടെയും കൂടി നിൽക്കും. മോൻ ഇവിടെയാണ് പഠിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഒരു ചാവി ഓല് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവളെ കയ്യിൽ കൊടുത്ത്. ഓള് ആദ്യം കല്യാണം കഴിച്ച സമയത്ത് സാറ് തിരക്കില്ലല്ലോ? ഇല്ല, പറഞ്ഞോളൂ. ഇതിനായിട്ട് തന്നെ വിളിച്ചാ ഉമ്മ, പറഞ്ഞോളൂ. അപ്പൊ മേലെ ഓളെ റൂം മേലെ ആ ചാവി ഓളെ കയ്യിൽ കൊടുത്ത് സിറ്റ് ഔട്ടിന്റെ ചാവി 2 ആൾക്കും വേണമെന്ന് പറഞ്ഞു. ഒരുക്കും വേണം ഇവർക്കും വേണമെന്ന് പറഞ്ഞു. ഇവന്റെ 2 ജ്യേഷ്ഠന്മാര് അവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ എന്നിട്ട് പിന്നെ ഇപ്പൊ ഇന്നലെ ഇവിടുന്ന് മിനിയാന്ന് പോയിക്കണ്. ഇപ്പൊ ഓളെന്ത് ചെയ്ത് കറണ്ടിന്റെ അടുപ്പ് കൊണ്ടേ ഗ്യാസ് പോലെ ഔത്തേക്ക് എടുത്തുവെച്ച് കത്തിക്ക് വിചാരിച്ചിട്ട്. പിന്നെ എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് കറണ്ടിന്റെ അടുപ്പ് കൊണ്ടുപോയിക്കാണ്ട് മുകളില് ഇവിടുന്ന് അരി സാധനമൊക്കെ കൊണ്ടുപോയി ചെലവിന് പൈസ തന്നെ. ഇപ്പൊ ചെലവിനും തരുന്നില്ല. എന്നിട്ട് ഇപ്പൊ അയിമലാണ് ഓള് ഭക്ഷണം ഉണ്ടാക്കല്. ഇന്നലെ മോട്ടർ ഇട്ട് വെള്ളം കേറിന്. ഇന്ന് ഓള് പറഞ്ഞു ഞാൻ 9:40 ഉമ്മ മോട്ടർ ഇട്ടിക്കണേ, ഇതുവരെ അറിയണേ. ഓരെന്താ ചെയ്തെച്ചാ ഞമ്മക്കറിയുന്ന പോലീസുകാർ അത് ചെയ്തരണ്ട. പോലീസുകാർ അറിയാം തെളിവുണ്ടോ എന്താ ഇങ്ങനെ ആയാ കാട്ടല് നമ്മള്. അതാണ് ഓര് ചോദിക്കുന്നത്. ഫറൂഖ് പേട്ടയിലെ പോലീസ് സ്റ്റേഷനിലാണ്. അല്ല ഉമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു കോടതിയിൽ പോയില്ലേ, നിങ്ങളൊരു വക്കീൽ വഴി കോടതിയിൽ പോയില്ലേ? അപ്പോ ആ വക്കീലിനെ ഒന്നും കൂടി ഇതിൽ ഇടപെടുത്താനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അവസ്ഥ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. വക്കീല് ഇപ്പൊ ഓളെ വിചാരണ ചെയ്യാന്ന് പറഞ്ഞിനി. ഇപ്പൊ ഈ അടുത്ത 5-ാം തീയതി കേസുണ്ട്, സെപ്റ്റംബർ 5-ാം തീയതി. അല്ല ഇപ്പൊ ഇതിന്റെ അകത്ത് കോടതി വിധി പ്രകാരമല്ലേ ഉമ്മയുടെ മോള് ഇപ്പൊ തിരിച്ചാ വീട്ടിലേക്ക് പോയിരിക്കുന്നത്? കോടതിന്റെ പ്രകാരം റെസിഡൻസ് ഓർഡർ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. അതേമാതിരി തിരൂര് കോടതിയിൽ ദാമ്പത്തിക ബന്ധം പുലർത്താനും പറഞ്ഞ് കൊടുത്ത് ഓന്റെ കൂടെ ഒരുമിച്ച് താമസിക്കാനുള്ള ഓർഡർ അതും കയ്യിലുണ്ട്. 3 ഓർഡറോളം കയ്യിലുണ്ട്. ഉമ്മ അതിന് 2 കാര്യം. ഒന്ന്, ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ വക്കീൽ വഴി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് ഇത് കൊടുക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ആര് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. കാരണം ഈ വെള്ളവും വെളിച്ചവും ഒരു അവകാശമാണ്. അത് ഇപ്പോഴും കൊടുത്തിക്കണ് പോലീസ് സ്റ്റേഷനില്. ഓല അത് അയക്കണില്ല, പോലീസ് സ്റ്റേഷനിൽ കോടതിക്ക് അയക്കണില്ല. അങ്ങനെ ഇപ്പൊ എന്റെ മോന് വന്നിട്ട് ഞാനൊന്ന് വിളിച്ചു തരണ്ട് സാറിന്. സാർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലോ പോയിക്കണ് പേട്ടയില്. ശരി. ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഈ നമ്പർ ഒന്ന് കൊടുത്തിട്ട് പുള്ളിയോടൊന്ന് വിളിക്കാൻ പറഞ്ഞ 15 എന്നുള്ള നമ്പർ അല്ലേ? അതെ, 15 എന്നുള്ള നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. വിഷമത്തിലൊരു ഭക്ഷണം സാറേ ഞാൻ ഉണ്ടാക്കണം. മക്കളവിടെ അങ്ങനെ നല്ല രീതിയിൽ നിൽക്കലല്ലോ. ഈ പലതും അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പോ അമ്മമാർക്ക് സമാധാനം ഉണ്ടാവും സാറേ. അല്ല ഉമ്മ, ഇനിയെങ്കിലും ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല, എന്നാലും പറയാനുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളെ എല്ലാവർക്കും വേണ്ടിട്ട് നിങ്ങൾ പറയണം സാറേ, എല്ലാവർക്കും അല്ലാതെ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. പെൺമക്കളുടെ കാര്യത്തിൽ വിവാഹം കഴിപ്പിക്കുമ്പോൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നിങ്ങൾ നടത്തിക്കൊള്ളൂ. അത് കഴിഞ്ഞ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു വിവാഹ രീതിയുണ്ട്, അത് ചെയ്യിക്കണം.
അത് അറിയില്ല. ഇത് അന്നൊന്നും 2015 കല്യാണം കഴിഞ്ഞതാണ്. അതെ. മാരേജ് ഇതുണ്ട് സർ, ഇതാക്കി വെച്ചിന് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് മതപരമായിട്ടുള്ള രീതിയിലല്ലേ കല്യാണം കഴിച്ചത്. അപ്പോൾ മതപരമായ നിയമമേ അതിന് ബാധകമാവുകയുള്ളൂ. അത് ഇപ്പം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇനി അതിലൊന്നും ചെയ്യാനില്ല. ഇനി അങ്ങോട്ടേക്കുള്ള മുന്നോട്ടുള്ള നിയമ നടപടികൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഉമ്മ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മകനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കും. ഞാൻ അദ്ദേഹത്തോടും കാര്യം പറഞ്ഞോളാം. പക്ഷെ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഈ വെള്ളവും വെളിച്ചവും ഇല്ലാതെ അവിടെ ഈ കോടതിയുടെ ഉത്തരവുള്ള ഒരാളെ കിടത്തിയിരിക്കുന്ന നിയമവിരുദ്ധമാണ്. അതിന് മര്യാദക്ക് ഇടപെട്ടില്ലെങ്കിൽ പോലീസുകാർക്കും പ്രശ്നമാണ്. അത് വക്കീല് പറയണത് പിന്നെ നിങ്ങളെന്നെ ഞാൻ എന്റെ മോളോട് പറയും, വക്കീല് കൂടുതൽ പറഞ്ഞ് ഇജ്ജ് പറഞ്ഞോട് ജഡ്ജി ആ ജഡ്ജി ഇപ്പൊ കോഴിക്കോട് അഞ്ചാം കോടതിയിലാണ് കേസ് നടക്കുന്നത്. പിന്നെ ഇവളെ ഉപദ്രവിക്കുന്നതൊക്കെ മാറാട് കോടതിയില് കേസ് നടക്കുന്നുണ്ട്, ക്രിമിനല്. അത് നമ്മള് പേട്ടയില് പിന്നെ CI കൃഷ്ണൻ സാറുള്ള സമയത്ത് കൊടുത്തിരിക്കുന്ന കേസ്. അല്ല, എന്നിട്ട് ഈ ഇദ്ദേഹം ഈ മകളുടെ ഭർത്താവ് ഇപ്പൊ ഒരുമിച്ചാണോ താമസം? അല്ല, വേറെ കല്യാണം കഴിച്ച മാറി താമസിക്കുകയാണ്. മാറി താമസിക്കുക. അപ്പൊ ഈ വീട്ടിൽ ഇവര് മാത്രമേ ഉള്ളൂ? അല്ല, എന്റെ ഉപ്പ ഉണ്ടേനി, ഉമ്മ ഉണ്ടേനി. ആരുടെ? ഈ ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയുണ്ട്. അവരുടെ മനോഭാവം എങ്ങനെയാണ് ഉമ്മയുടെ മോളുടെ? അവരെല്ലാരും സപ്പോർട്ട് ഓന്റെ കൂട്ടത്തിലെ ഒരു മൂത്തച്ചി അവരെല്ലാരും കൂടി കണ്ട് കഴിച്ചതാണ്. കണ്ടാണ്. പക്ഷെ അപ്പൊ അത് നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ തന്നെ വക്കീല് വഴി ഈ പരാതി ചെയ്യണം. ഇപ്പോഴും സ്റ്റേഷനിൽ പോയിക്കണം, ഇപ്പോഴും ഇന്നാരും സ്റ്റേഷനിൽ പോയി. അപ്പൊ ഉമ്മ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യും, മോൻ എന്റെ നമ്പർ കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ പരിപാടി കഴിയുമ്പോ ഒന്ന് വിളിക്കാൻ പറയൂ എന്നെ. കാരണം ഇതൊരു സുരക്ഷയുടെയും കൂടി പ്രശ്നമാണ്. അതന്നെ ഞാൻ പറയണത്. ഞങ്ങൾക്ക് സമാധാനം. മോൾ അവിടുന്ന് കരഞ്ഞ് വിളിക്കുക. ഓനക്കൊരു ഉത്തരവാദിത്വം ഇല്ല ഭർത്താവിന്. കുട്ടീനെ നോക്കണ്ട, ഒന്നുണ്ട്. പെൺകുട്ടികളെ ഇപ്പൊ എന്തോ ഒരു കല്യാണം അങ്ങനെ കഴിക്കാന്നും പറഞ്ഞു പോലീസുകാർ പറഞ്ഞ എന്തോ ഇപ്പൊ ഒരു അങ്ങനെ കഴിക്കാറിനാണിന് രജിസ്റ്റർ ചെയ്യാതെ അങ്ങനെയും കഴിക്കാന്ന് പറഞ്ഞു. അല്ലോ, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കാവുമ്പോ നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. പക്ഷേ അവിടെയാണ് ഈ മതപരമായിട്ടുള്ള വിവാഹം മാത്രം കഴിയുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം. അവിടെ ഒരു സംരക്ഷണം ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവനാംശം അതുപോലുള്ള കാര്യങ്ങൾക്കും ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഉമ്മയുടെ മകളുടെ ആരോഗ്യവും ശരീരവും സംരക്ഷിക്കുന്നതിനെങ്കിലും കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട്, പോലീസുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ ഒരു കാര്യം ചെയ്യും, ഉമ്മയുടെ മോനോടൊന്ന് സംസാരിക്കട്ടെ. മോന്റെ പേരെങ്ങനെയാണ്? എന്റെ മോന്റെ പേര് റിയാസ്. അപ്പൊ റിയാസിനോടൊന്ന് പറയൂ എന്നെ. സാറിന് ആ നമ്പർ തരണം സാറേ, തരണോ ഓന്റെ നമ്പർ? ഇല്ല, ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി എന്നെ. ഞാൻ എടുത്തോളാം. അപ്പൊ ഉമ്മ ഇതൊന്ന് ചെയ്തോളുക. എന്നിട്ട് ഉമ്മയുടെ പേരെങ്ങനെ? എന്റെ പേര് ആജറാണ്. ആജറ. ഉമ്മയുടെ മകളുടെ? ഹസീന. മകളുടെ ഭർത്താവിന്റെ മുൻ ഭർത്താവിന്റെ പേര്? മുഹമ്മദ് ഫാസിലാണ്. മുഹമ്മദ് ഫാസിൽ. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്മ, റിയാസിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ശരി. വിളിച്ചിട്ടൊന്ന് സംസാരിച്ചില്ല. ഇല്ലില്ല, സന്തോഷമുള്ളമ്മ ഇതുപോലുള്ള കാര്യം കണ്ടിട്ട് വിളിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കുറെ ദിവസമായി ആരെങ്കിലും ഒരു നമ്പർ കിട്ടിയിട്ട് എന്റെ മോൾക്കും കൂടെ കൂട്ടി പറയണം എന്ന് വിചാരിച്ചത്. അല്ല, അത് ഉമ്മ ഇതിനെല്ലാം സമാധാനമുണ്ട്. ഇപ്പൊ ഉമ്മ മകളോട് പറയുക, ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കൂ. കുറച്ച് സമയമെടുക്കും ഇത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ അതങ്ങനെയാണ്. പതിയെ ഇത് മാറുകയുള്ളൂ. ഇങ്ങനെ കെട്ടാൻ അയക്കരുത്. ഈ തലാക്ക് ചെല്ലിക്കാണ്ട് 4 കെട്ടാ 3 കെട്ടാ അത് നിയമപരമായി ഇത് തലാക്കല്ലേ. ഉമ്മ സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ സ്ത്രീകൾ വിചാരിച്ചാൽ മാത്രമേ ഇത് ആത്യന്തികമായിട്ട് മാറുകയുള്ളൂ, സ്ഥിരമായിട്ട് മാറുകയുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഇതിനിടപെടണം. ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുള്ളൂ. അതെ. അല്ല, ഇന്ന് ഉമ്മയുടെ ഇത് ആദ്യത്തെ കോളല്ല. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇത് വിളിച്ചിരുന്നു. ഇതുപോലുള്ള ഈ സ്ഥിരം എല്ലാത്തിലും പ്രശ്നം ഇത് തന്നെയാണ്. വീട്ടിൽ കയറി താമസിക്കുകയാണെങ്കിൽ വെള്ളം കട്ട് ചെയ്ത് കളയുക. കോടതിയിൽ പോയാൽ ഈ കേസുകൾ കല്യാണം കഴിഞ്ഞ വിഷയമുള്ളൂ സാറേ. ഞാനിപ്പോ കൊല്ലായി കോടതി കയറി ഇറങ്ങണ അറിയാം. ആണുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഓന് കോടതിക്കും വരുന്നില്ല, ഓല് ഒന്നിൽക്കും വരുന്നില്ല. ഇല്ല. പക്ഷേ ഇപ്പോ ഉമ്മയുടെ മകളുടെ കാര്യത്തിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളത് കൊണ്ട് പോലീസുകാർക്കും ബാധ്യതയുണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളൂ സാറേ. ശരി. നസീമയുടെയും ഹാജിറ ഉമ്മയുടെയും കഥകൾ നിങ്ങൾ കേട്ടല്ലോ. ജീവിത കഥകളാണത്, യാഥാർത്ഥ്യമാണ്. ഇവർ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളെ ഇന്നലെ മുതൽ വിളിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സത്യമാണ്. ഏതാണ്ട് 11 മേൽ യുവതികളും യുവതികളുടെ മാതാപിതാക്കളെന്ന് ഞാൻ പറയാത്തത്, പുരുഷന്മാർ വിളിച്ചത് ഒരു യുവതിയുടെ സഹോദരൻ മാത്രമാണ്. സഹോദരിയുടെ ഇത്തരത്തിലുള്ള ജീവിത ദുരിതം കണ്ട്
സഹിക്കാൻ വയ്യാതൊരു സഹോദരൻ മാത്രമാണ് വിളിച്ചത്. ആ സഹോദരൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ആ ഫോൺ സംഭാഷണവും താമസിയാതെ തന്നെ തത്വമയി ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് ജീവിത കഥകളും കേട്ടിട്ട് പ്രേക്ഷകർക്ക് എന്തു തോന്നുന്നു? ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ ഒരു സത്യം? മതനിയമങ്ങളുടെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നൊരു വിവാഹത്തിനും അപ്പുറം സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നുള്ളൊരു വ്യവസ്ഥ, അങ്ങനൊരു സൗകര്യം വിനിയോഗപ്പെടുത്തണം എന്നുള്ള ഒരു സാമാന്യ വിവരമെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് നൽകപ്പെടേണ്ടതല്ലേ? അവരത് പിന്തുടരേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമൻറ്റുകളിലൂടെ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അങ്ങനെയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു അറിവ് ലഭിക്കുമെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്, ഒരു നന്മയാണത്. ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.